നിശബ്ദത പോലും കവിതയായി മാറുന്നൊരിടം, വെള്ളത്തിനിടയിൽ ജീവൻ വിരിയുന്നൊരു ലോകം, കായലിൻ്റെ നെഞ്ചിൽ പതിഞ്ഞ പച്ചപ്പിൻ്റെ ഒരു ശ്വാസം, അതാണ് മൺട്രോത്തുരുത്ത്. കെട്ടുകാലങ്ങൾ കഥകൾ പറയുന്നു, ഓരോ തിരമാലയും കാലത്തിൻ്റെ പാട്ടുപാടുന്നു. ഇവിടെ സമയം പോലും പതുക്കെ നടക്കാൻ പഠിക്കുന്നു. പ്രകൃതിയോട് ചേർന്ന് ഹൃദയം വിശ്രമിക്കുന്ന ഒരു ദ്വീപ്, കൊല്ലത്തിൻ്റെ മായ മൺട്രോ ദ്വീപ്. നിങ്ങൾ കൊല്ലം ജില്ലയിൽ എവിടെയാണെങ്കിലും നല്ല സിമ്പിളായിട്ട് എത്താൻ പറ്റിയ ഒരു മനോഹരമായ ലൊക്കേഷനാണ് മൺട്രോത്തുരുത്ത്. ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് മൺട്രോ ഐലൻഡ് എന്ന ലൊക്കേഷൻ ഇട്ടാൽ തന്നെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റും. പക്ഷേ കറക്റ്റ് സ്ഥലത്ത് എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് വേണം നിങ്ങൾക്ക് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബോട്ട് ബുക്ക് ചെയ്യാൻ. ബോട്ടല്ല, തോണി. 1 മണിക്കൂറിന് 500 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഈ തോണി മാത്രമല്ല കേട്ടോ, ഇവിടെ മോട്ടോർ ബോട്ട്സും അവൈലബിൾ ആണ്. മോട്ടോർ ബോട്ട് കുറച്ചും കൂടി കോസ്റ്റ്ലിയാണ്. 1 മണിക്കൂറിന് 1500, 2000, 2500. സീസൺ മാറുന്നതിനനുസരിച്ച് റേറ്റും മാറും. ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഈ തോണി തുഴഞ്ഞിരുന്നത് ജോയ് ചേട്ടനാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾ മൺട്രോത്തുരുത്ത് വരുന്ന സമയത്ത് ജോയ് ചേട്ടനെ വിളിച്ചിട്ട് വന്നാൽ മതി. ജോയ് ചേട്ടൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ മൺട്രോത്തുരുത്ത് പോയത് വൈകിട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ തീരെ ചൂട് അനുഭവപ്പെട്ടിരുന്നില്ല. നമ്മളെപ്പോലെ സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർക്ക്, അതായത് ഈ ഒരു കാഴ്ച തീരെ കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതമായി തോന്നുന്നൊരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. കൊല്ലം നഗരത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ അകലെയായി അഷ്ടമുടി കായലിൻ്റെ തെക്കു പടിഞ്ഞാറേ ഭാഗത്താണ് മൺട്രോ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഇങ്ങനത്തെ വള്ളത്തിലോ വഞ്ചിയിലോ കയറുന്ന ആൾക്കാർക്ക് ചെറിയ ബാലൻസിൻ്റെ ഒരു പ്രശ്നവും പേടിയും ഒക്കെ തോന്നാം. പക്ഷെ അത് പിന്നെ പതിയെ ഏതാനും നിമിഷങ്ങൾക്കകം ശരിയാവും. ഈ ദ്വീപ് യഥാർത്ഥത്തിൽ 8 ദ്വീപുകളുടെ കൂട്ടായ്മയാണ്. അഷ്ടമുടി കായൽ, കല്ലട നദി, മറ്റു ചെറിയ ജലവഴികൾ ഇവയെല്ലാം ചേർന്നാണ് ഈ ദ്വീപിൻ്റെ ആത്മാവ് രൂപപ്പെടുത്തുന്നത്. പിന്നെ നിങ്ങൾ ഈ വഞ്ചിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് 2-3 ഇടത്തായിട്ട് നിങ്ങൾക്ക് ചെമ്മീൻ കൃഷി ചെയ്യുന്നതായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഈ വഞ്ചി യാത്രയിലെ ഏറ്റവും ഹൈലൈറ്റുള്ള ഭാഗമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. അതായത് ഈ വഞ്ചി ഓരോ പാലത്തിൻ്റെ അടിയിൽ കൂടെ പോകുമ്പോഴും നമ്മളിങ്ങനെ തല കുനിച്ച് ശരീരം കുനിച്ചിരിക്കണം. പിന്നെ അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുമാണ്. പറയുമ്പോൾ ഇത്തിരി സിമ്പിളായിട്ട് തോന്നുമെങ്കിലും അത് ചെയ്യുന്ന സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തന്നെ. അതായത് കുറേ പേര് വഞ്ചിയിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കുനിയുന്ന സമയത്തൊക്കെ വഞ്ചിയുടെ ബാലൻസ് പോവുകയും അങ്ങനെ പെട്ടെന്ന് നമ്മുടെ തല പൊന്തിക്കുമ്പോൾ തല തട്ടുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാം. പക്ഷെ ശ്രദ്ധിച്ച് പോവുക നിങ്ങൾ പോകുന്ന സമയത്ത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ട്രാവൻകൂർ സംസ്ഥാനത്തിൻ്റെ ദിനാവായിരുന്ന കേണൽ ജോൺ മൺറോയുടെ പേരിലാണ് ഈ ദ്വീപിന് മൺട്രോ ദ്വീപ് എന്ന പേര് ലഭിച്ചത്. കടലും കരയും തമ്മിൽ ജീവിക്കാൻ പഠിച്ച ഒരു പ്രത്യേക സസ്യവർഗമാണ് മാംഗ്രോവുകൾ. ഉപ്പും മധുരവും ചേർന്ന ബ്രാക്കിഷ് വാട്ടർ പ്രദേശങ്ങളിലാണ് മാൻഗ്രോവുകൾ സാധാരണയായി വളരുന്നത്. അഷ്ടമുടി കായൽ പോലുള്ള കായൽ പ്രദേശങ്ങളിൽ മാംഗ്രോവുകൾക്ക് അത്യന്തം അനുയോജ്യമാണ്. മറ്റു മരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മാംഗ്രോവുകൾക്ക് വെള്ളത്തിനുള്ളിൽ പോലും ജീവിക്കാൻ കഴിയുന്ന പ്രത്യേക കഴിവുണ്ട്. വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ശ്വാസവേരുകൾ, ഉപ്പുള്ള വെള്ളം സഹിക്കുന്ന ലവണ സഹിഷ്ണുത, മണ്ണിനെ ഉറപ്പിച്ചു പിടിക്കുന്ന ശക്തമായ വേരുവ്യവസ്ഥ, ഇവയെല്ലാം മാംഗ്രോവുകളെ പ്രകൃതിയിലെ അത്ഭുതങ്ങളാക്കി മാറ്റുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വൈകിട്ടായിരുന്നു പോയത്. പിന്നെ ഞാൻ പോയതൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. അപ്പം ഞാൻ പ്രതീക്ഷിച്ചു ആൾക്കാർ കുറവായിരിക്കുന്നു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ആൾ കൂടുതലായിരുന്നു ആ സ്ഥലത്ത്. മാൻഗ്രോവുകൾ വെറും മരങ്ങൾ മാത്രമല്ല, അവയാണ് ഒരു മുഴുവൻ ജീവലോകത്തിൻ്റെ അടിസ്ഥാനം. ചെറുമീനുകൾ, ഞണ്ടുകൾ, ചെമ്മീൻ, ചിപ്പികൾ ഇവയെല്ലാം ജീവിതം ആരംഭിക്കുന്നത്
മാൻഗ്രൂവുകളുടെ ഇടയിലാണ്. പക്ഷികൾക്ക് തണലും ആഹാരവും സുരക്ഷയും നൽകുന്ന ഒരു സ്വാഭാവിക ആവാസ വ്യവസ്ഥ. അങ്ങനെ ഒരു അരമണിക്കൂർ വഞ്ചിയാത്രയ്ക്ക് ശേഷം നമ്മൾ എത്തുന്നത് ഈ ഒരു സ്ഥലത്താണ്. ഇവിടെ വെള്ളം കുറവായിരിക്കും, നമ്മൾക്ക് ഇറങ്ങാം, വെള്ളത്തിൽ കളിക്കാം, മാംഗ്രോവുകൾ അടുത്തുനിന്ന് കാണാം, ഫോട്ടോ എടുക്കാം. അങ്ങനെ ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വിചാരിച്ചേ കൂടുതൽ ആൾത്തിരക്കുണ്ട് ഈ സ്ഥലത്തുനിന്ന്. അപ്പോഴാണ് കുറേ വഞ്ചികളും ആൾക്കാരെയും ഒക്കെ കണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് അവസാനത്തെ പോയിന്റ് വരെ എത്താൻ വേണ്ടി നിൽക്കേണ്ട. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇറങ്ങി ബോട്ടിങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത് നന്നാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ബോട്ടിങ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. ജോയ് ചേട്ടൻ പറഞ്ഞു ഈ സമയത്ത് വെയിലിറക്കമായതുകൊണ്ടാണ് ഇവിടെ വെള്ളം വളരെ കുറവെന്ന്. അതല്ലെങ്കിൽ നമുക്ക് മുട്ടോളം വെള്ളം കാണും രാവിലെയാണെങ്കിൽ. നിങ്ങൾ ഈ മൺട്രോത്തുരുത്ത് വരുന്ന സമയത്ത് വണ്ടി പാർക്ക് ചെയ്ത് കുറേ നടന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. കയാക്കിങ്ങുള്ള സ്ഥലങ്ങളുണ്ട്, പിന്നെ ബോട്ടിങ്, മോട്ടോർ ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, വഞ്ചി യാത്രയുണ്ട്, അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു. ഡെസ്റ്റിനേഷൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വെള്ളം കുറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പക്ഷെ അതൊരു ഡെസ്റ്റിനേഷൻ അല്ല. നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ ബോട്ടിൽ കുറേ ഐലൻഡ്സ് ഇവിടെ കാണാനുണ്ട്, കുറേയധികം സ്ഥലങ്ങൾ കാണാനുണ്ട്. ശക്തമായ തിരമാലകൾ, കടൽക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, മണ്ണിടിച്ചിലുകൾ ഇവയുടെ ശക്തി കുറയ്ക്കാൻ മാംഗ്രൂവുകൾക്ക് കഴിയും. അതിനാലാണ് കായൽ തീരങ്ങളിലെ ഗ്രാമങ്ങൾക്ക് മാംഗ്രൂവുകൾ ഒരു ജീവരക്ഷാ കവചമായി മാറുന്നത്. ഭൂമി കയ്യേറ്റങ്ങൾ, അനധികൃത നിർമ്മാണങ്ങൾ, മാലിന്യ നിക്ഷേപണം, ടൂറിസത്തിൻ്റെ അമിത സമ്മർദ്ദം ഇവയെല്ലാം മാംഗ്രൂവുകളുടെ അസ്തിത്വം ഭീഷണിയിലാക്കുന്നു. മൺട്രോ ദ്വീപിൻ്റെ ചില കനാലുകളുടെ ഇരുവശങ്ങളിലും ഇന്നും മാംഗ്രൂവുകൾ കാണാൻ കഴിയും. അവ ഈ ദ്വീപിൻ്റെ ജൈവസന്തുലനം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കടൽ നിരപ്പ് വരുമ്പോൾ ഈ ദ്വീപ് പൂർണ്ണമായും ഇല്ലാതാകാതിരിക്കാൻ മാംഗ്രൂവുകൾ ഒരു പരിധിവരെ സഹായിക്കുന്നു. മാൻഗ്രൂവുകൾ നശിച്ചാൽ നശിക്കുന്നതൊരു മരമല്ല, ഒരു പരിസ്ഥിതിയാണ്. അവയെ സംരക്ഷിക്കുന്നത് ഭാവി തലമുറയ്ക്ക് ഒരു സുരക്ഷിത ഭൂമി നൽകുന്നതിന് തുല്യമാണ്. കായലുകളോട് ബഹുമാനത്തോടെ നടക്കാം. മാംഗ്രൂവുകളെ കാവൽക്കാരായി കണ്ടാൽ മാത്രം മതി. 5 മണിക്ക് തുടങ്ങിയ ഈ യാത്ര അവസാനിക്കാറായി. ഏകദേശം സമയം 6:45 1.25 മണിക്കൂർ എങ്ങനെ പോയെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടിയില്ല. കാരണം 1 മണിക്കൂറിനായിരുന്നു വഞ്ചി ബുക്ക് ചെയ്തത്. പിന്നെ ഇതായപ്പോൾ 2ാമത്തെ മണിക്കൂർ തുടങ്ങുകയും ചെയ്ത്. ഇനിയിപ്പോൾ ഒന്നും പറയാനും പറ്റില്ല. അപ്പോഴാണ് ഈ താറാവുകളുടെ മനോഹരമായ നീന്തുന്ന കാഴ്ചകൾ കണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ, ഇരുട്ടി തുടങ്ങി. കുറച്ച് മുന്നേ ആയിരുന്നെങ്കിൽ നല്ല അടിപൊളി വീഡിയോസ് എടുക്കാമായിരുന്നു. എന്തായാലും കൂട്ടുകാരെ, ഇനി അടുത്ത യാത്രയിൽ കാണാം. ഈ ഒരു മൺട്രോത്തുരുത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു.